ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ 41ാമത്തെ ദിവസത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് ലാലേട്ടൻ കസറിയ ദിവസമായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിനിമയിൽ മാത്രമാണ് ലാലേട്ടൻ്റെ ഇത്തരം പെർഫോമൻസ് കണ്ടിട്ടുള്ളൂ. ഇന്ന് ശരിക്കും കണ്ടു. ഇതുവരെയുള്ള അതായത് 1 തൊട്ട് 7 വരെയുള്ള സീസൺസിൽ ഇത്രയും കയർത്ത് സംസാരിച്ച ലാലേട്ടനെ നമ്മൾ ഇന്നാണ് കാണുന്നത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതിലേക്ക് വരാം. അതിന് മുന്നോടിയായിട്ട് ഇന്ന് സംഭവിച്ച കാര്യങ്ങളിലേക്ക് വരാം. ലക്ഷ്മി ഇന്ന് രാവിലെ തന്നെ അണിഞ്ഞൊരുങ്ങിയിട്ട് എല്ലാവരോടും പോയി പറയുന്നുണ്ട് ഒനിയലിൻ്റെ കാര്യം, ഇത് എൻ്റെ ഭാഗത്താണ് തെറ്റ്, ഞാൻ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. അതിനുശേഷം നമ്മുടെ മസ്താനിയോട് പോയി ഇക്കാര്യം തന്നെ വെളുപ്പിക്കാൻ നോക്കുകയാണ്. വേറെ ഒരു കാര്യം കൂടെ നടന്നു. ഒനിലിൻ്റെ അടുത്തേക്ക് ഈ സാധനം ചർച്ച ചെയ്യാനായിട്ട് പോയി. അപ്പോൾ ഒനിൽ ആട്ടി വിടുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ അത് എനിക്കിഷ്ടപ്പെട്ടു. ലക്ഷ്മിയെ പോലുള്ള ഒരു അരകൻ്റെ ക്യാരക്ടറിന് ആ ആട്ടിവിടൽ ഒരു ചെറിയ പാഠം മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ അതിൽ കൂടുതൽ വേണമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. പിന്നെ കിച്ചൺ ടീമിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്. കുറച്ചു കാലം മുന്നേ അനുമോളായിരുന്നു, ഇപ്പോൾ ബിന്നിയാണ്. ആവശ്യത്തിനും അനാവശ്യത്തിനും ബിന്നി ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്നത് പോലെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ആര്യനോട് പറയുന്നുണ്ട് ഹെൽപ്പർ. ആര്യൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ജിസൈൽ. അവിടെ ബിന്നിക്ക് എന്ത് അവകാശമുണ്ട് ഹെൽപ്പർ എന്ന് വിളിക്കാൻ? അപ്പോൾ ബിന്നീൻ്റെ ഹസ്ബൻഡിനെ വേറെ എന്തെങ്കിലും പേര് വിളിച്ചിട്ടുണ്ടെങ്കിൽ ബിന്നി സഹിക്കുമോ? ഈവൻ അത് രണ്ട് കോണ്ടസ്റ്റാണ്. എന്നിരുന്നാലും രണ്ടുപേർ അടുത്തിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത് ഇവിടെ. ഇനി നമ്മുടെ പ്രധാന ഇഷ്യൂയിലേക്ക് വരാം. ലാലേട്ടൻ സംസാരിച്ച കാര്യം. പക്ഷേ ലാലേട്ടൻ ഇന്ന് അത് പ്ലാൻഡ് ആയിട്ടാണ് സംസാരിച്ചത്. ലക്ഷ്മിയുടെ കാര്യം ആദ്യം ഗെയിമിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. അങ്ങനെ വന്നിട്ട് ആ ഒരു സിറ്റുവേഷൻ എടുത്തില്ലായിരുന്നു. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അക്ബറിന് ഇതൊന്നും മനസ്സിലായിട്ടില്ല. 100% ഉറപ്പാണ്. ഈവൻ ആദിലേക്കും അത് മനസ്സിലായിട്ടില്ല. അതിലേക്കൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ സമയം പൊട്ടിച്ചേനെ ഇൻ ദ സെൻസ് നല്ല രീതിയിൽ വർത്താനം പറഞ്ഞേനെ. ഇതിനെക്കുറിച്ച് ഇന്ന് ലാലേട്ടൻ സംസാരിച്ച ഓരോ കാര്യങ്ങളും കയ്യടി അർഹിക്കുന്നുണ്ട്. സമൂഹത്തിലെല്ലാവരും ഒരുപോലെയാണ്. അതായത് ഇന്നവരെന്നില്ല, അവരുടെ കൂടെ പോയാൽ ചീത്തയാവും എന്നൊന്നുമില്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഹോർമോണൽ ചേഞ്ചാണ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വളർന്നു വരുന്ന രീതിയിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആദില അങ്ങനെയാണ് ഓൾറെഡി. പിന്നെ നൂറ ജീവിത സാഹചര്യം കൊണ്ട് മാറിപ്പോയതാവാനാണ് ചാൻസ്. പുള്ളിക്കാരീൻ്റെ മോശം അനുഭവങ്ങൾ ആണുങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട്. സോ അങ്ങനെയും മാറാം. ഞാൻ കരുതുന്നതാണ്, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തുക. സോ അങ്ങനെ ആയിക്കൂടെ? അത് ഇൻഫ്ലുവൻസ് ആവുക എന്ന് പറയുന്നതിൽ ലക്ഷ്മിക്ക് ഒരു റോളും ഇല്ല. അതെന്താണ് ചിന്തിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനും എൻ്റെ വൈഫും ഉണ്ട്. ഇപ്പം എനിക്ക് ഒരു ചെക്കനെ ഫ്രഞ്ചൈസ് അടിക്കാൻ പറ്റില്ല. സ്വാഭാവികമാണത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറപ്പ് തോന്നും. എൻ്റെ ഹോർമോൺ അങ്ങനെയല്ല. സോ അത് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമേ അല്ല. ഇനി നിങ്ങൾ ആരെങ്കിലും എൻ്റെ സബ്സ്ക്രൈബറാണ്, നിങ്ങൾ ഇതിനെ എതിർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കോളൂ. ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഈവൻ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ എൻ്റെ ടാഗ് എന്ന് പറയുന്നത് മഴവില്ല് മിക്സ് ആയിട്ടുള്ളൊരു ടാഗാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കമ്പനിയിൽ ആരെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ബാധ്യസ്ഥനാണ് എന്നുള്ള ടാഗാണ് ഞാൻ എൻ്റെ കമ്പനിയിൽ യൂസ് ചെയ്യുന്നത്. സോ അതാണ് ഞാൻ പറയാൻ കാരണം. നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് അൺസബ്സ്ക്രൈബ് മീ എന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ കഥ പറഞ്ഞ ടാസ്ക് അടിപൊളിയായിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഓരോരുത്തരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് മാറി വരും. അതിൻ്റെ അന്തസത്ത മാറി വരും. അത് അനുമോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ട് അത് അടിപൊളിയായിരുന്നു. അതിനുശേഷം അനീഷിൻ്റെ വീട്ടിലുള്ള പെരുമാറ്റത്തെക്കുറിച്ചാണ് ലാലേട്ടൻ സംസാരിച്ചത്. അതൊരു ഗെയിം സ്ട്രാറ്റജിയാണെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അത് മാത്രമാണ് അനീഷിൻ്റെ ഗെയിം സ്ട്രാറ്റജി, അല്ലാതെ വേറെ ഒന്നുമല്ല. പുള്ളിക്കാരൻ സംസാരിക്കുന്നത് പോലെയാണ്. പുള്ളിക്കാരൻ അധികം ഫ്രണ്ട് ഉണ്ട് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ പുള്ളിക്കാരൻ്റെ സ്വഭാവമാണ് ആ വീട്ടിൽ കാണിക്കുന്നത്, ബാക്കിയെല്ലാം എന്നാണ് എൻ്റെ വിശ്വാസം. സോ അത്രയൊക്കെയാണ് സംഭവിച്ചത്. ഇനി എവിക്ഷൻ പ്രെഡിക്റ്റ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാളെ മിക്കവാറും പോകാനുള്ള ചാൻസ് കാണുന്നത് 4 പേരിലാണ്. 1 ആര്യൻ, 2 റെന ഫാത്തിമ, 3 സാബുമാൻ, 4 മസ്താനി. ഇവരിൽ 2 പേരോ ഒരാളോ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് പ്രകാരമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇന്ന് എവിക്ഷനിൽ നിന്ന് ഔട്ടായവർ, എവിക്ഷനിൽ നിന്ന് മുക്തി അടഞ്ഞവർ എന്ന് പറയുന്നത് നമ്മുടെ അക്ബറും ബിന്നിയുമാണ്. ഞാൻ അത് മനസ്സിലാക്കുന്നത് അക്ബറിനാണ് ഫസ്റ്റ് റാങ്കിങ് കിട്ടിയത്, ഏറ്റവും താഴെ കിട്ടിയത് ബിന്നിക്കാണ് എന്നാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. സോ ഇത്രയൊക്കെയാണ് ഇന്ന് സംഭവിച്ചത്. താങ്ക് യു ഫോർ വാച്ചിങ്.